നമസ്കാരം. മനുഷ്യൻ നിർമ്മിച്ച് ബഹിരാകാശത്ത് സ്ഥാപിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരവും അത്ഭുതപ്പെടുത്തുന്നതുമായ ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിലും വലിയ പങ്കാണ് വഹിക്കുന്നത്. ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പലപ്പോഴും മനുഷ്യൻ്റെ ഭാവനകൾക്കും അപ്പുറത്തുള്ളതായിരിക്കും. അത്തരത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ മുകളിലത്തെ തട്ടിലൂടെ അതിശക്തമായ പ്രകാശത്തോടെ പാഞ്ഞു പോകുന്ന ഒരു അജ്ഞാത വസ്തുവിൻ്റെ ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രം കാണാൻ കഴിയുന്ന അതീവ മനോഹരമായ ദൃശ്യങ്ങൾ നാസ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയുണ്ടായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ യാത്രികർ പകർത്തിയ ഈ അതിശയകരമായ ദൃശ്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആഗോളതലത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും സമൂഹ മാധ്യമങ്ങളിൽ വൻ തരംഗം സൃഷ്ടിക്കുകയും ചെയ്തു. പ്രപഞ്ചത്തിൻ്റെ വന്യമായ ഭംഗിയും ബഹിരാകാശ പ്രതിഭാസങ്ങളുടെ തീവ്രതയും ഒരേപോലെ ഒപ്പിയെടുത്ത ഈ അപൂർവ ദൃശ്യം ശാസ്ത്രപ്രേമികളെ മാത്രമല്ല, സാധാരണക്കാരായ ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 27 ബഹിരാകാശ നിലയത്തിലെ കപ്പോളയിൽ നിന്ന് ആകാശ നിരീക്ഷണം നടത്തുന്നതിനിടയിൽ നാസയുടെ പ്രമുഖ ബഹിരാകാശ യാത്രികനായ ക്രിസ് വില്യംസ് ഈ അപൂർവ പ്രതിഭാസം തൻ്റെ ക്യാമറയിൽ പകർത്തുന്നത്. വെസ്റ്റ് ആഫ്രിക്കയ്ക്ക് മുകളിലൂടെ ഭൂമിയെ വലം വെക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വരികയായിരുന്ന പ്രോഗ്രസ് MS-34 എന്ന ചരക്ക് പേടകത്തെ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തികച്ചും അപ്രതീക്ഷിതമായി ഈ പ്രകാശഗോളം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് അതീവ വേഗതയിൽ മുന്നോട്ട് പാഞ്ഞ പ്രകാശ വസ്തു പിന്നീട് അന്തരീക്ഷത്തിൻ്റെ ഘർഷണം മൂലം പല കഷ്ണങ്ങളായി ചിതറിപ്പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കരിമരുന്നിൻ്റെ വൻ സ്ഫോടനം പോലെ ആകാശത്ത് തീജ്വാലകളുടെ നീണ്ട ഒരു പാത സൃഷ്ടിച്ചുകൊണ്ടാണ് ആ വസ്തു കടന്നുപോയത്. ഭ്രമണപഥത്തിൽ നിന്ന് ഇത്രയും വ്യക്തതയോടെ ഒരു വസ്തുവിൻ്റെ തകർച്ചയും അന്തരീക്ഷ പ്രവേശനവും ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമായിട്ടാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. തുടക്കത്തിൽ ഈ പ്രകാശ പ്രതിഭാസം വരാനിരിക്കുന്ന ചരക്ക് പേടകവുമായി ബന്ധപ്പെട്ടതാണോ എന്ന രീതിയിൽ പല സംശയങ്ങളും ഉയർന്നിരുന്നു എങ്കിലും നാസ പിന്നീട് ഈ കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകി. ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമായി ഡോക്ക് ചെയ്ത പ്രോഗ്രസ് പേടകവുമായി ഈ ദൃശ്യങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് നാസയുടെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഏതെങ്കിലും പഴയ റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങളോ കാലാവധി കഴിഞ്ഞ കൃത്രിമ ഉപഗ്രഹങ്ങളോ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ കത്തി അമരുന്നതാണ് ഈ ദൃശ്യങ്ങളുള്ളത് എന്നാണ് വിദഗ്ധരുടെ പ്രാഥമിക നിഗമനം. അല്ലെങ്കിൽ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ഏതെങ്കിലും വലിയ ഉൽക്കയോ അതിൻ്റെ ഭാഗങ്ങളോ അന്തരീക്ഷത്തിൽ വെച്ച് കത്തിയമർന്നതാകാനും വലിയ സാധ്യതയുണ്ട്. കിലോമീറ്ററുകളോളം നീളത്തിൽ തീ പടർത്തിയുള്ള ഇത്തരം കാഴ്ചകൾ ബഹിരാകാശ നിലയത്തിൽ ഉള്ളവർക്ക് സ്ഥിരമായി കാണാൻ കഴിയുന്ന ഒന്നാണ് എങ്കിലും ഇത്രയും വ്യക്തതയോടെ അത് ചിത്രീകരിക്കാൻ കഴിയുന്നത് വളരെ അപൂർവമാണ്. ഈ വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സിനിമാ പ്രേമികളും സയൻസ് ഫിക്ഷൻ ആരാധകരും ഇതിനെ പ്രശസ്തമായ ട്രാൻസ്ഫോമേഴ്സ് സിനിമയിലെ ഒപ്റ്റിമസ് പ്രൈം എന്ന കഥാപാത്രം ഭൂമിയിലേക്ക് വരുന്ന രംഗത്തോടാണ് ഉപമിച്ചത്. അന്യഗ്രഹ ജീവികളുടെ പേടകമാണോ ഇതെന്ന തരത്തിലുള്ള ചർച്ചകളും സൈബർ ലോകത്ത് സജീവമായി നടന്നു. യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത വിധം മനോഹരമായൊരു വെളിച്ചത്തിൻ്റെ പെരുമഴയാണ് ഈ വീഡിയോ സമ്മാനിക്കുന്നത് എന്നാണ് ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടത്. ബഹിരാകാശ മാലിന്യങ്ങൾ ഭൂമിക്ക് വലിയൊരു ഭീഷണിയാണെന്ന ശാസ്ത്രീയ വശങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെയും ശാസ്ത്രത്തിൻ്റെയും ഇത്തരം അപൂർവ ദൃശ്യവിരുന്നുകൾ മനുഷ്യന് പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള വലിയൊരു പ്രചോദനമായി മാറുകയാണ് ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമയി TV.